തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി കെ.എം. എബ്രഹാം. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗൂഢാലോചന അന്വേഷിക്കണം. ജോമോൻ പുത്തൻപുരയ്ക്കൽ ഗൂഢാലോചന നടത്തിയെന്നും ജോമോനൊപ്പം 2 പേർക്ക് കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും കത്തിൽ പറയുന്നു. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, വിഷുദിനത്തിൽ തന്നെ തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്നുള്ള വിശദീകരണം CBI അന്വേഷണത്തിന് വിശദീകരണമായി കെ.എം. എബ്രഹാം നടത്തിയിരുന്നു. എന്താണിപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ ഉള്ളടക്കങ്ങൾ? ആര്യ, പ്രധാനമായും ഈ കത്തിൽ ഉന്നയിക്കുന്നത് ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ്. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ്. പക്ഷേ ആ ഗൂഢാലോചന ചെന്നെത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം 2015 മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തനിക്കെതിരെയുള്ള ഗൂഢാലോചനയായിരുന്നു. തിരുവനന്തപുരം തന്നെ മസ്കറ്റ് ഹോട്ടലിൽ ജോമോൻ പുത്തൻപുരയ്ക്കലിന് പുറമെ മറ്റ് 2 ഉദ്യോഗസ്ഥർ കൂടി ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ഇവർ 3 പേർ നടത്തിയ ഗൂഢാലോചന, അതിനപ്പുറം ഇവർ സംസാരിച്ചതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ 52 പേജ് അടങ്ങുന്ന കത്തിൽ പ്രധാനമായും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു ആരോപണം, സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ആരോപണം CBI അന്വേഷിക്കണം എന്നുള്ള പിന്നാലെയാണ് ഇപ്പോൾ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ഗൂഢാലോചന സംബന്ധിച്ച് ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുൻപിൽ ഇപ്പോൾ കെ.എം. എബ്രഹാം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മുൻപ് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ശത്രുത ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലൊരു ശത്രുത തൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഈ 2 പേരും അതുപോലെ തന്നെ ഈ പൊതുപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലും ചേർന്നാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ് ഇപ്പോൾ ഈ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സഹിതം അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഇനി ഈ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എന്തായാലും സ്വമേധയാ താൻ ഈ സ്ഥാനത്ത് നിന്നും മാറില്ല എന്നുള്ളൊരു പരോക്ഷമായിട്ട് തന്നെ അദ്ദേഹം ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിലൊക്കെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ചർച്ചകളിലേക്ക് കടന്നുപോകും. കാരണം പൊതുപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലിനെ 2 പേര് പറയാത്ത 2 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. നേരത്തെ തന്നെ മറ്റൊരു കാര്യം വിഷുദിനത്തിൽ പറഞ്ഞത് ഈ എല്ലാ ബാങ്ക് രേഖകളും പരിശോധിച്ചില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെക്കുന്നുണ്ട്. ഭാര്യയുമായി ബന്ധപ്പെട്ട മുഴുവൻ ബാങ്ക് രേഖകളും പരിശോധിച്ചിട്ടില്ല എന്നൊരു വെളിപ്പെടുത്തൽ കൂടി, വിശദീകരണം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടോ കത്തിൽ? ആര്യ, ഈ പ്രധാനമായും ഈ കത്തിൽ ആ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ്. ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ സഹിതമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. കാരണം സാമ്പത്തിക ക്രമക്കേട് ആണ് ഇതിൽ പ്രധാനമായും ഈ ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ.എം. എബ്രഹാമിനെ സംബന്ധിച്ച് അത് തെളിയിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുഴുവൻ രേഖകളും, അതിൽ പ്രധാനമായിട്ടും ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപെട്ടിട്ടുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ട് രേഖകളാണ് നിലവിൽ മുഖ്യമന്ത്രിക്ക് മുൻപ് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും CBIയോ അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ മുൻകൂറായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകണമെങ്കിൽ അത്തരത്തിൽ വലിയ ഒരു സാമ്പത്തിക ക്രമക്കേടുകൾ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിന് മേലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം 52 പേജ് അടങ്ങുന്ന കത്താണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം ശരിയാക്കുന്ന അല്ലെങ്കിൽ ശരിയാക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. പ്രധാനമായും ബാങ്ക് അക്കൗണ്ട് രേഖകൾക്ക് പുറമെ ഈ 3 പേരും സംസാരിച്ചതിൻ്റെ വ്യക്തമായിട്ടുള്ള ശബ്ദ സന്ദേശം തൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശബ്ദ സന്ദേശം എന്താണെന്നുള്ളത് ഇനി നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ 3 പേരും സംസാരിച്ചത്, അതിന് പിന്നിലുള്ള ഗൂഢാലോചന എന്താണ്, ഇദ്ദേഹത്തെ പൂട്ടാനുള്ള എന്ത് ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. 2 മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താനാണ് എന്ന ഈ 3 പേരും നടത്തിയ ശ്രമമെന്ന് പറയുന്നു. അതിൽ എന്താണ് പങ്ക് എന്നുള്ളത് ഇനി ജോമോൻ പുത്തൻപുരയ്ക്കൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ, തനിക്കെതിരെ കൃത്യമായ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.